മൂന്നാം വട്ടവും അധികാരം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോകുന്ന ബി.ജെ.പി. നേതൃത്വത്തെ ആശങ്കയിലാക്കി സർവേ റിപ്പോർട്ടുകൾ. ഉത്തരേന്ത്യയിലെ സീറ്റുകൾ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ സീറ്റിലും പ്രധാനമന്ത്രിയെ എത്തിച്ച് സ്ഥിതി നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന. മഹാരാഷ്ട്രയിലെ സ്ഥിതിയും പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തി. പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കണമെന്നാണ് വിലയിരുത്തൽ. എല്ലാ മതങ്ങൾക്കും തുല്യസ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സും എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CSTS നടത്തിയ സർവേ ഫലം. ഇതിൽ പങ്കെടുത്ത 79% ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പം നിന്നു. എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി നടത്തുന്ന CSTC ലോക്നീതി സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരികമായ ജനാഭിപ്രായ കണക്കുകളിൽ ഒന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ സർവേ. എല്ലാ മതങ്ങൾക്കും വിശ്വാസികൾക്കും തുല്യ ഇടമുള്ള രാജ്യമായി ഇന്ത്യ തുടരുമെന്ന് 79% ഇന്ത്യക്കാരും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ മതങ്ങൾക്കും തുല്യമായ രാജ്യമാണ് എന്നതിന് 80% ഹിന്ദുമത വിശ്വാസികളും പിന്തുണയ്ക്കുന്നു. ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് സർവേയിൽ അഭിപ്രായപ്പെടുന്നത് 10% പേർ മാത്രമാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കും വിധം ഇടിയുന്നു എന്നതാണ് സർവേയിലെ ഒരു കണ്ടെത്തൽ. 2019 78% ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 42% ഇടിഞ്ഞു. 58% ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ട് ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും സർവേയിലെ കണ്ടെത്തലാണ്. ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനായേക്കുമെന്ന് 45% പേർ കരുതുന്നു. അതേസമയം കൂടുതൽ പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് നരേന്ദ്രമോദിയെയാണ്, ഏകദേശം 48%. രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് 27%. മോദിയുടെ ഗ്യാരണ്ടിയെ 56% പേർ പിന്തുണയ്ക്കുന്നു. 49% പേർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. 2019 65% പേർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നെങ്കിൽ ഇപ്പോഴതാ 57% കുറഞ്ഞു. അതൃപ്തരുടെ എണ്ണം 30% 39% വർദ്ധിച്ചു. എന്നാൽ തുടർച്ചയായി വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി.ജെ.പിക്ക് ഈ സർവേ ഫലം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. അതിനെ മറികടക്കുക എന്ന രീതിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ പുതിയ നീക്കങ്ങൾ. ബി.ജെ.പിയുടെ സ്ഥിരം രീതികൾ പോലെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനും രാഹുലിനെ ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാനുമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചിരുന്നത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നോൺ വെജ് ഭക്ഷണത്തിന്റെ വീഡിയോ ഇട്ടത് വിശ്വാസികളെ അപമാനിക്കാനാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 70 കൊല്ലവും കോൺഗ്രസ് ക്ഷേത്ര നിർമ്മാണം തടസ്സപ്പെടുത്തിയെന്നും മോദി ആരോപിച്ചിരുന്നു.